ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മടി, ആശ്രയം, ഇതെല്ലാം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും. നമ്മൾ ആരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടിമയായി നമ്മൾ മാറും. അറിഞ്ഞോ അറിയാതെയോ, സാമ്പത്തികത്തിനായാലും സ്നേഹത്തിനായാലും വേറെ പല നല്ല നല്ല കാര്യങ്ങൾക്കായാലും ആരെയെങ്കിലും നമ്മളൊന്ന് ആശ്രയിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരികയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടിമയായി മാറും. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ ഭയങ്കര ദോഷമായി സംഭവിക്കും. അതിനിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക. ഈ ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ എളുപ്പമുള്ള കാര്യങ്ങളല്ല. വളരെ വളരെ ആശ്രയിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്, ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളും ഉണ്ട്. ഏത് കാര്യം നമ്മൾ ചെയ്യുന്നെങ്കിലും അതിനൊരാളുടെ ആശ്രയം നമുക്ക് വേണം. ചില കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ട. തനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം താൻ തന്നെ ചെയ്യുക. അതിൽ നിന്നും കിട്ടുന്ന ബലവും അതിൽ നിന്നും കിട്ടുന്ന സന്തോഷവും അതിൽ നിന്നും കിട്ടുന്ന ആനന്ദവും ആദായവും വളരെ വലുതാണ്. ആരെങ്കിലും ആശ്രയിച്ചു പോയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് കുറ്റബോധവും വേദനയും വിഷമവും പ്രയാസങ്ങളും മാത്രമാണ്. ഈ വിഷമങ്ങളെ എല്ലാം തന്നെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. നമ്മൾക്കായിട്ട് തന്നെ എല്ലാം ചെയ്യാനുള്ള ഒരു ശക്തി നാം തന്നെ നേടിയെടുക്കണം. ആശ്രയിക്കുമ്പം നമ്മൾ അടിമയായി മാറും. ആശ്രയം ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ സ്വതന്ത്രരായി മാറും. സ്വാതന്ത്ര്യവും അടിമയും ഒന്നിൻ്റെ ഇരുവശങ്ങളാണെങ്കിലും രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും ആവശ്യം അനുസരിച്ച് മാത്രമേ നാം പ്രവർത്തിക്കാവൂ. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോരുത്തരെ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഗുണമല്ല, വളരെ വളരെ ദോഷവും മനപ്രയാസവും ആയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ ശരീരം തന്നെയാണ്. ഇരുമ്പ് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിന് എന്തായാലും നാശം സംഭവിക്കും. ഉപയോഗിക്കാതെ ഇടുകയാണെങ്കിൽ അത് തുരുമ്പെടുത്ത് മുഴുവനോടെ നശിച്ചു പോകും. നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ തേഞ്ഞ് 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 അത് നശിക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇരുമ്പെന്നുള്ള ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിന് നാശം സംഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നാശം സംഭവിക്കും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നാശം സംഭവിക്കും. അപ്പോൾ ഉപയോഗിച്ചിട്ട് നാശം സംഭവിക്കുന്നതും ഉപയോഗിക്കാതെ ഇരുന്നിട്ട് നാശം സംഭവിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വളരെ 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 വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ നമ്മൾ കണക്കിലെടുത്ത് ഉപയോഗിച്ച് ജീവിക്കണം. നമ്മുടെ ശരീരത്തിൽ കൊച്ചു പെൺകുട്ടികളുണ്ട്. അവർ പറയും, ഞാൻ ഈ ജോലി ചെയ്താൽ എൻ്റെ ഈ വിരലുകൾക്കൊക്കെ സൗന്ദര്യം കുറയും, മാർദ്ദവം കുറയും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ ഈ നല്ല മാർദ്ദവം അവർക്ക് തന്നെ അത് നാശമായിട്ട് മാറുന്ന മാർദ്ദവമാണ് എന്ന് ആ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ കൈക്ക് ബലമാണ് വേണ്ടത്, മാർദ്ദവം അല്ല വേണ്ടത്. താൻ ജോലി ചെയ്താൽ മാത്രമേ ആ മാർദ്ദവം മാറി ബലമായി മാറുകയുള്ളൂ. കൂടുതലും പെൺകുട്ടികളും സൗന്ദര്യത്തിന് അടിമകളാണ്. ഈ അടിമ അവരെ നാശത്തിലേ എത്തിക്കുള്ളൂ, നന്മയിൽ എത്തിക്കില്ല. എല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൂടുതലും പെൺകുട്ടികളാണ് ഈ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് തൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് മൃദുത്വം നഷ്ടപ്പെടും.
എന്ന ചിന്തയോട് ജീവിക്കുന്നത്. അത് ഗുണത്തെക്കാളും ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ ശരീരമായാലും മനസ്സായാലും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് ഉപയോഗമുള്ളതായി മാറുന്നത്. വെറുതെ ജീവിച്ചിരുന്നിട്ട് ശവത്തിനു തുല്യമായി ജീവിക്കുന്നതിനേക്കാളും നമ്മളുടെ ഉപയോഗം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിന് നമ്മൾ മുൻവില കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുന്നവരുടെ ജീവിതവും സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെ ആയിരിക്കും. തനിക്ക് വേണ്ടി ജീവിക്കണം, തനിക്കെന്ത് ഭാഗ്യം കിട്ടും, തനിക്കെന്ത് നേട്ടം കിട്ടും, ആ ചിന്ത മാറ്റി വച്ചിട്ട് താൻ കാരണം മറ്റുള്ളവർക്ക് എന്ത് കിട്ടും, ഗുണം, ദോഷമല്ല ഗുണം കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എന്ന് നിലനിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇത് സാധിച്ചെടുക്കാനും കഴിയും. എല്ലാ ആൾക്കാർക്കും ഇത് വേണം, കിട്ടും. എല്ലാ ആൾക്കാർക്കും കൊടുക്കാനുള്ളത് ഭഗവാന്റെ ഉണ്ട്. ഭഗവാന്റെ അക്ഷയപാത്രം ഒരിക്കലും പറ്റാറില്ല, അത് നഷ്ടപ്പെടാറുമില്ല. നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ്, അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നമ്മളാണ്. അത് കാരണം എത്രയും ഭാഗ്യങ്ങൾ നേടിയെടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ജനിച്ചാൽ മരിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. മരിച്ചാലും യശസ് വേണം എന്ന് ആഗ്രഹിച്ച് സന്തോഷത്തോടെ നമ്മളാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത് മുന്നോട്ട് പോകുക. എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാനും കഴിയും. നേടുക, സന്തോഷത്തോടെ ജീവിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.